ഒപ്പം നിൽക്കാൻ പ്രതിഫലം ഓഫർ ചെയ്യുന്ന ബി.ജെ.പിയുടെ മാർക്കറ്റിംഗ് വിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് പുറത്തുവിടുമ്പോൾ എനിക്കുണ്ടായ സമ്മർദ്ദം നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും ആവാത്തതാണെന്ന് ബോളിവുഡ് താരം രാജ്കുമാർ റാവു ഭയത്തോടെ പറയുമ്പോൾ ഓരോ ഇന്ത്യൻ പൗരനുമുള്ളിൽ കയറിക്കൂടുന്ന ഒരു പേടിയുണ്ട്. കോൺഗ്രസ് MP ശശി തരൂർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. 2012 നിർഭയ കേസ് നടക്കുന്ന സമയത്ത് പ്രതിഷേധത്തെക്കുറിച്ച് അമിതാഭ് ബച്ചന്റെ പ്രതികരണമായിരുന്നു അത്. സമാധാനപരമായ സമരത്തെ ടിയർ ഗ്യാസും ജലപീരങ്കിയും കൊണ്ട് നേരിടുന്നത് കാണുമ്പോൾ വേദന തോന്നുന്നു എന്നതായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. 2014 BJP ഭരണത്തിൽ വന്നതിന് ശേഷം വായടക്കപ്പെട്ട ബോളിവുഡ് താരങ്ങളിൽ നിർഭാഗ്യവശാൽ ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി ആയ അമിതാഭ് ബച്ചൻ പോലുമുണ്ട് എന്ന സത്യം വേദനയോടെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആ പോസ്റ്റ്. സമരമുഖത്തേക്ക് ആദ്യമെത്തിയ താരങ്ങളിൽ ഒരാളാണ് നടി ഷബാന ആസ്മി. കരിയറിൽ ഉയരങ്ങൾ താണ്ടുമ്പോഴും തന്റെ നിലപാടിലോ രാഷ്ട്രീയത്തിലോ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും നിൽക്കാതെ ഉറക്കെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്ന താരം. അന്നത്തെ ഭരണ സംവിധാനങ്ങൾക്കിടയിൽ നിന്ന് അവർക്ക് കിട്ടിയിരുന്ന പ്രിവിലേജ് ഇന്നത്തെ താരങ്ങൾക്ക് കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? മിണ്ടിയാൽ ക്യാൻസൽ ചെയ്യപ്പെടുമോ എന്ന ഭയം അവർക്കുള്ളിൽ കുത്തി നിറച്ചത് ആരായിരിക്കും? ഇന്ന് ബോളിവുഡിൽ നിന്നുയരുന്ന താരങ്ങളുടെ ഓരോ സപ്പോർട്ട് പോസ്റ്റിനും വേണ്ടത്ര ബലമില്ലാത്തതുപോലെ അനുഭവപ്പെടുന്നുണ്ട്. സമാന അഭിപ്രായത്തോടെ ജെൻസി കുട്ടികളുടെ പോസ്റ്റുകളും പരിഹാസ റീലുകളും വരുന്നു. ബോളിവുഡ് താരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിലാണോ എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. NDA സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ ബോളിവുഡിൽ നിന്ന് പിറന്ന ഓരോ പ്രൊപ്പഗാൻഡ സിനിമകൾക്ക് പിന്നിലും പ്രവർത്തിച്ച താരങ്ങൾ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ നോട്ടപ്പുള്ളികളാണ്. 2025 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചുള്ള T-സീരീസിന്റെ ഗാനം പുറത്തിറങ്ങിയപ്പോഴാണ് രാജ്കുമാർ റാവുവിനെതിരായ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നത്. ഇപ്പോ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം എന്ന നിലപാട് അറിയിച്ച താരത്തിന് പക്ഷേ ഹിസ്റ്ററി വില്ലനായി വന്നു. കമന്റ് ബോക്സിൽ ചോദ്യങ്ങൾ ഉയരുന്നു. നിങ്ങളുടെ മോദി സ്തുതി ഞങ്ങൾ മറന്നിട്ടില്ലെന്ന കമന്റുകൾ രാജ്കുമാർ റാവുവിനെ വേദനിപ്പിച്ചിരിക്കാനാണ് സാധ്യത. അദ്ദേഹം ഉടൻ തന്നെ മറുപടി നൽകി. എന്റെ ആത്മാവിനെ പണയം വെക്കാൻ എനിക്കാവില്ല സഹോദര. ഞാൻ ആരാണെന്നോ എന്റെ നിലപാടുകളോ പ്രത്യയശാസ്ത്രമോ എന്താണെന്നോ നിർവചിക്കുന്നതല്ല ഒരു പാട്ട്. ആ സമയത്ത് എന്നിലുണ്ടായിരുന്ന സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും ആവില്ല എന്ന്. സമൂഹത്തിന് മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന വേദനയിൽ അറിയാതെ പറഞ്ഞുപോയ വാചകത്തിന് പക്ഷേ അധികം ആയുസുണ്ടായിരുന്നില്ല. വൈകാതെ തന്നെ ആ കമന്റ് അദ്ദേഹത്തിന് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. കമന്റ് ഡിലീറ്റ് ചെയ്യാനും അയാളിൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവാം എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇതുവരെയും മറ്റൊന്നും അയാൾ മിണ്ടിയിട്ടില്ല. ഇടയിലെ സൽമാൻ ഖാന്റെ പ്രതികരണങ്ങളും സമാന സ്വഭാവം തന്നെയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ മികച്ച വിദ്യാഭ്യാസ സംവിധാനത്തിനായി ഒന്നിച്ചണിനിരുന്ന വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെയും ധീരതയെയും അഭിനന്ദിച്ചായിരുന്നു സൽമാന്റെ ആദ്യ പ്രതികരണം വന്നത്. വിഷയം രാഷ്ട്രീയമായി മുതലെടുക്കരുതെന്നും സമാധാനപരമായ സമരം അക്രമത്തിലേക്ക് വഴിമാറിയതിൽ വിഷമമുണ്ടെന്നും അദ്ദേഹം കുറിച്ചു. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. എന്നാൽ തൊട്ടടുത്ത ദിവസം സൽമാൻ തലതിരിഞ്ഞ മറ്റൊരു നരേറ്റീവുമായി എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർശന നടപടി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങണമെന്നുമായിരുന്നു ആ സന്ദേശം. ഒരു പരിധിവരെയെങ്കിലും വിമർശനങ്ങളെ ഭയപ്പെടാതെ നിലപാട് പറയുന്ന താരമെന്ന പ്രതിച്ഛായ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സൽമാൻ ഖാൻ. അയാളിലെ ഈ മാറ്റം കേന്ദ്രത്തിന്റെ ഇടപെടലിനെ തുടർന്നായിരിക്കുമോ എന്നത് സംശയത്തിനപ്പുറം ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് ജനങ്ങൾ. അതങ്ങനെയല്ലെന്ന് വാദിക്കാനും ഒരുവിധ ക്ലാരിറ്റിക്കും നിന്നുകൊടുക്കാതെ തുടർന്നൊരു മറുപടിയും പ്രതികരണവും നൽകാതെ സൽമാൻ ഖാനും മൗനവ്രതം തുടങ്ങി. 3 ഇഡിയറ്റ്സിലെ സോനം വാങ്ചുക്കിന്റെ റഫറൻസിലുള്ള ആമിർ ഖാന്റെ വേഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹവുമായി യാതൊരു ബന്ധവും ആ കഥാപാത്രത്തിനില്ല എന്നതായിരുന്നു ആമിറിന്റെ മറുപടി. പ്രതിഷേധത്തെക്കുറിച്ചും അനുബന്ധ സംഭവങ്ങളെക്കുറിച്ചും യാതൊരു പ്രതികരണവും അദ്ദേഹം നൽകിയതുമില്ല. എന്നാൽ തിരശീലയിലെ നായകന്റെ എതിരാളിയായിരുന്ന 3 ഇഡിയറ്റ്സിലെ വില്ലനായിരുന്ന ഓമി വൈദ്യ ആമിറിന്റെ വേഷം സോനം വാങ്ചുക്കിനെ ഉദ്ദേശിച്ച് തന്നെ ആയിരുന്നുവെന്ന് സ്ഥിരീകരിക്കുകയും അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തുവിടുകയും ചെയ്തു. പല പ്രമുഖ താരങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചിട്ട് നമുക്ക് ലഭിക്കാതെ പോയ പരിഗണന അദ്ദേഹത്തിൽ നിന്ന് ഈ കുട്ടികൾക്ക് ലഭിച്ചു. സമരത്തിൽ വൈറലായ മറ്റൊരു ബോളിവുഡ് താരം ഇമ്രാൻ ഖാനാണ്. ആമിർ ഖാൻ ഇല്ലാത്ത നട്ടല് അനന്തരവനുണ്ട് എന്നാണ് ഇമ്രാൻ ഖാന്റെ സമരവേദികളിലെ സാന്നിധ്യത്തെ പലരും വിശേഷിപ്പിച്ചത്. നെപ്പോ കിഡെന്നും ഫീൽഡ് ഔട്ട് സ്റ്റാർ എന്നും വിമർശനം നേരിട്ടിട്ടുള്ള ഇമ്രാൻ ആമിർ ഖാന്റെ കസിൻ നുസ്ഹത് ഖാന്റെ മകനാണ്. ഇൻഡസ്ട്രിയിൽ വലിയ ഹിറ്റുകൾ നൽകാനാകാതെ പിന്മാറിയ ഇമ്രാൻ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായതും സമരവേദികളിൽ കൂടി തന്നെയാണ്. പ്രതികരണശേഷിയില്ലാത്ത താരങ്ങളെ വിമർശിക്കുന്ന ആരാധകർക്കും പ്രതികരിച്ചാൽ നോട്ടപ്പുള്ളിയാക്കുന്ന ഭരണ സംവിധാനങ്ങൾക്കുമിടയിൽപ്പെട്ടുഴലുന്ന ചില ബോളിവുഡ് താരങ്ങളെയാണ് നമ്മൾ കാണുന്നത്. മോദിയുടെ ക്യാൻസൽ കൾച്ചറിനോട് പോരാടാൻ അശേഷം കെൽപ്പില്ലാത്തവർ. പക്ഷേ ഇക്കണ്ട പ്രതിഷേധങ്ങളും ഒടുവിലെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും നേരിനൊപ്പം നിൽക്കാൻ ഇവർക്ക് പ്രചോദനമാകുമെന്നാണ് നേരിയ പ്രതീക്ഷ.